പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കഥയാണ്. ആ കഥ പറയാൻ എത്തുന്നത് അനിത രവീന്ദ്രൻജിയാണ്. അനിത രവീന്ദ്രൻജിയെ കഥ പറയുന്നതിനായി ഞാൻ കർണാമൃതം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കഥ കേൾക്കുവാനായി എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളെയും ഈ ചാനലിലേക്ക് ഞാൻ സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് കേൾക്കാം. ഇത് വളരെ നല്ലൊരു കഥയാണ്. ഒരു നല്ല ഗുണപാഠം ഉൾക്കൊള്ളുന്ന കഥയാണ്. എല്ലാ പ്രിയമിത്രങ്ങളും ഈ കഥ കേൾക്കണം എന്നുള്ള ആശയോടെ ആഗ്രഹത്തോടെ തുടങ്ങുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കർണാമൃതം ഒരു ദേവതാ സംഗമം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് കഥ പറയുന്നത് ഞാനാണ്, അനിത രവീന്ദ്രൻ. ആദ്യം തന്നെ ഇതിൻ്റെ അമരക്കാരിയായ നമ്മുടെ പ്രിയപ്പെട്ട മിനി മുരളിജിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എൻ്റെ കഥയുടെ പേര് അതിരുകളില്ലാത്ത ഐക്യം. നമുക്ക് കഥയിലേക്ക് കടക്കാം. എല്ലാ കൂട്ടുകാരും കേട്ടിട്ട് അഭിപ്രായം അറിയിക്കണം. വാഴ്വിൻ്റെ പരമമായ പൊരുളായ അതിരുകളില്ലാത്ത ഐക്യം എന്ന നിങ്ങളുടെ ശരീരം, മനസ്സ് ഇവകളുമായുള്ള അകലം നിലനിർത്തിയെങ്കിലേ ഈ അനുഭവം സാധ്യമാവുകയുള്ളൂ. അതിരുകളില്ലാത്ത ഐക്യം എന്നത് ഒരു അനുഭവമാണെന്നും അതൊരു ആശയമോ സങ്കല്പമോ തത്വചിന്തയോ അല്ലെന്നും ഓർക്കേണ്ടതുണ്ട്. വിശ്വവുമായുള്ള ഏകാത്മകത ഒരു ഭൗതിക സിദ്ധാന്തമായി മാത്രമാണ് അംഗീകരിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ അത്താഴ വിരുന്നുകളിലും സെമിനാറുകളിലും പ്രിയങ്കരനാക്കിയേക്കാം. ചിലപ്പോൾ നോബൽ സമ്മാനം വരെ കിട്ടിയേക്കാം. അതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. അതിരുകളില്ലാത്ത ഐക്യം എന്ന അനുഭവമാകട്ടെ മറ്റൊരു മാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെല്ലും. സ്നേഹത്തിൻ്റെ പരമമായ ആനന്ദത്തിൻ്റെയും തലത്തിലേക്ക്, ബുദ്ധിക്ക് അപ്രാപ്യവും അതീതവുമായ തലത്തിലേക്ക്. എല്ലാം ഒന്നാണെന്ന് ഭൗതികമായി കാണാൻ തുടങ്ങുന്നത് ചിലപ്പോൾ അപകടകരമായേക്കാം. പ്രപഞ്ചവുമായി തന്മയീഭവിക്കുന്നതിനെക്കുറിച്ചും ലോകത്തെ മുഴുവൻ ഒന്നായി സ്നേഹിക്കുന്നതിനെക്കുറിച്ചും വിചിത്ര സിദ്ധാന്തങ്ങൾ ആളുകളെ പലപ്പോഴും പറയാറുണ്ട്. ജീവിതം അവരെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുന്നത് വരെ. എന്നാൽ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ താനും മറ്റേയാളും തമ്മിലുള്ള അതിർത്തി വളരെ വ്യക്തമാവും. അത്തരം സന്ദർഭങ്ങളിൽ ഞാനും നീയും ഒന്നു തന്നെയാകുന്ന പ്രശ്നമേ ഇല്ല. ഒരിക്കൽ ശങ്കരൻ പിള്ള വേദാന്തം പഠിക്കാൻ പോയി. മനുഷ്യാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഭേദമില്ലായ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ തത്വചിന്തയിലെ ഒരു വിചാരധാരയാണ് വേദാന്തം. അധ്യാപകൻ സവിസ്തരം കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ അതും ഇതും ഒന്നുമല്ല, നിങ്ങൾ എവിടെയുമുണ്ട്. നിങ്ങളുടേത് എന്നോ എൻ്റേത് എന്നോ വ്യത്യാസമില്ല. എല്ലാം നിങ്ങൾ തന്നെ, എല്ലാം നിങ്ങളേടു തന്നെ. വാസ്തവത്തിൽ എല്ലാം ഒന്നു തന്നെ. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം യാഥാർത്ഥ്യമല്ല, എല്ലാം മായ. വേദാന്തത്തിലെ ഒരു പ്രബലമായ ആശയങ്ങൾ ശങ്കരൻ പിള്ളയുടെ തലയ്ക്കുള്ളിൽ മുഴങ്ങി. അയാൾ വീട്ടിൽ പോയി ഈ ആശയങ്ങളുമായി കിടന്നുറങ്ങി. രാവിലെ പതിവിലുമേറെ ഊർജ്ജസ്വലനായി എഴുന്നേറ്റു. സാധാരണ രാവിലെ കൂടുതൽ നേരം ഉറങ്ങാൻ ഇഷ്ടമാണെങ്കിലും ഈ വേദാന്തം കാരണം കിടക്കയിൽ നിന്ന് ഉത്സാഹപൂർവ്വം എണീറ്റു. മനസ്സിൽ ഈ ചിന്ത നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റേതല്ലാത്തതായി ഒന്നുമില്ല, എല്ലാം എൻ്റേതാണ്, എല്ലാം ഞാനാണ്, ഈ ലോകത്തുള്ളതെല്ലാം ഞാനാണ്, സകലതും മായ. തത്വചിന്ത എന്തുതന്നെയായാലും കൃത്യമായ ഇടവേളകളിൽ മനുഷ്യന് വിശക്കും. ശങ്കരൻ പിള്ള തൻ്റെ പ്രിയപ്പെട്ട ഭോജനശാലയിൽ ചെന്ന് ഒരു വിപുലമായ പ്രഭാത ഭക്ഷണത്തിന് പറഞ്ഞു. അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കെ ശങ്കരൻ പിള്ളയുടെ വിചാരങ്ങൾ ഇതായിരുന്നു: ഈ ആഹാരം ഞാൻ തന്നെ, ഇത് വിളമ്പിത്തന്നയാളും ഞാൻ തന്നെ, ഇത് കഴിക്കുന്നയാളും ഞാൻ തന്നെ. അതാണ് വേദാന്തം. പ്രാതൽ കഴിഞ്ഞ് വേദാന്തത്തിൻ്റെ ഉത്തമാവസ്ഥയിൽ കഴിച്ചതിൻ്റെ പണം കൊടുക്കുക തുടങ്ങിയ നിസ്സാര കാര്യങ്ങൾ ആരോർക്കാൻ? എല്ലാം എൻ്റേതാവുമ്പോൾ പിന്നെ ബില്ലെന്തിന്? പണം കൊടുക്കേണ്ട ആവശ്യമില്ല. പണം കൊടുക്കേണ്ട കൗണ്ടറിനടുത്തെത്തിയപ്പോൾ അവിടെ ആരുമില്ല. കൗണ്ടറിലിരുന്ന ഉടമസ്ഥൻ എന്തിനോ വേണ്ടി ഒന്ന് എണീറ്റു മാറിയതാണ്.
തുറന്നു കിടക്കുന്ന മേശവലിപ്പിൽ നിറയെ നോട്ടുകൾ. വേദാന്തം അപ്പോഴേ പറഞ്ഞു, എല്ലാം നിൻ്റേത്. അതും ഇതും തമ്മിൽ എങ്ങനെ വേർതിരിക്കും? തൻ്റെ പോക്കറ്റ് ഒഴിഞ്ഞു കിടന്നിരുന്നത് കൊണ്ട് ശങ്കരൻപിള്ള മേശവലിപ്പിൽ നിന്ന് കുറേ നോട്ടുകൾ എടുത്ത് പോക്കറ്റിൽ തിരുകി. എന്നിട്ട് ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അയാൾ മോഷ്ടിക്കുകയായിരുന്നില്ല ഉദ്ദേശം. അതായിരുന്നില്ല വേദാന്തം പ്രയോഗിച്ചു നോക്കിയെന്നു മാത്രം. പെട്ടെന്നാണ് കുറച്ചാളുകൾ ഹോട്ടലിനുള്ളിൽ നിന്ന് പിന്നാലെ ഓടി വന്നത്. ശങ്കരൻപിള്ള ചോദിച്ചു, നിങ്ങൾ ആരെയാണ് പിടികൂടാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ തന്നെയാണ് പിടിക്കുന്നവനും പിടിക്കപ്പെട്ടവനും. നിങ്ങൾ പിടികൂടുന്നതു നിങ്ങളെ തന്നെ, പിടിക്കുന്നതും നിങ്ങൾ തന്നെ. ഞാനും നിങ്ങളും വ്യത്യസ്തമല്ലെങ്കിൽ ഞാൻ പിന്നെ ആർക്കു പണം കൊടുക്കും? ഹോട്ടലുടമയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഒരു കാര്യം മാത്രം അയാൾക്ക് വ്യക്തമായിരുന്നു, എൻ്റെ പണം നിങ്ങളുടെ പോക്കറ്റിലാണ്. അപ്പോൾ ശങ്കരൻപിള്ള മറുപടി പറഞ്ഞു, പിടിച്ചതും ഞാൻ, പിടികൂടപ്പെട്ടതും ഞാൻ. ഈ വിചിത്ര മനുഷ്യനെ എന്തു ചെയ്യണമെന്നറിയാതെ ഹോട്ടലുടമ കുഴങ്ങി. നിവൃത്തിയില്ലാതെ അയാൾ ശങ്കരൻപിള്ളയെ കോടതിയിലെത്തിച്ചു. അവിടെയും ശങ്കരൻപിള്ള തൻ്റെ വേദാന്തം തുടർന്നു. കളവ് ചെയ്തു എന്ന സംഗതി പലതരത്തിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ന്യായാധിപൻ ശ്രമിച്ചു. യാതൊരു പ്രയോജനവുമുണ്ടായില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ ന്യായാധിപൻ വിധിച്ചു, പൃഷ്ഠത്തിൽ 10 ചാട്ടവാറടി. 1-ാം ചാട്ടയടി. ശങ്കരൻപിള്ള നിലവിളിച്ചു. ന്യായാധിപൻ പറഞ്ഞു, സാരമില്ല, ഇതെല്ലാം മായ. സുഖവും വേദനയും എന്ന ഭേദമില്ല, എല്ലാം മായ. 2-ാം ചാട്ടയടി. ശങ്കരൻപിള്ള വിളിച്ചു. മതി. ന്യായാധിപൻ പറഞ്ഞു, ചാട്ടയടി കൊള്ളുന്നതും നിങ്ങൾ തന്നെ, ചാട്ടയടിക്കുന്നതും നിങ്ങൾ തന്നെ. 3-ാം ചാട്ടയടി. ശങ്കരൻപിള്ള അലറി, നിർത്തൂ, നിർത്തൂ. ആരംഭിക്കലും നിർത്തലും എന്ന വ്യത്യാസമില്ല, എല്ലാം മായ. 10-ാമത്തെ ചാട്ടയടി വരെയും ഇത് തുടർന്നു. എന്തായാലും 10-ാമത്തെ അടിക്ക് മുമ്പ് ശങ്കരൻപിള്ള വേദാന്തത്തിൽ നിന്ന് മോചിതനായി. അനുഭവജ്ഞാനത്തിൻ്റെ പിൻബലമില്ലാത്ത ഭൗതികവും താത്വികവുമായ അറിവ് പലപ്പോഴും മനസ്സിൻ്റെ ലീലകളിലേക്കും ചതികളിലേക്കും നയിച്ചേക്കാം. എന്നാൽ ഏകാത്മകത അനുഭവയാഥാർത്ഥ്യമാവുന്നതോടെ ഇത്തരത്തിലുള്ള അപക്വതകൾ പിന്നെ ഉണ്ടാവുകയില്ല. അത് ഉജ്ജ്വലമായ ഒരു അനുഭവമായി ജീവിതത്തെ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചു കളയും. എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ എല്ലാ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും ഇഷ്ടമാവും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഞാൻ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം.